നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പരുന്തിനെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? വെരി സിമ്പിൾ ഗൈസ്. നിയമപരമല്ലാത്ത കാര്യങ്ങൾ വളരെ പാനിക്ക് കൊടുക്കാം. കുഞ്ഞമ്മയെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? വെരി സിമ്പിൾ. വെരി സിമ്പിൾ. കുഞ്ഞമ്മ. കുഞ്ഞമ്മയെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? വെരി ഈസി. അല്ല അത് കുഞ്ഞമ്മയെ ഉത്തരവാദിയെ പാസ് ചെയ്യാട്ടോ. മിനിമം ഇതെന്തായാലും ബേസിലായിട്ടും പറയാം, എനിക്ക് ഉറപ്പാ. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. പറയുമ്പോൾ നിറമുണ്ട്. പൊന്മാൻ. പൊന്നൊന്ന് ശരിക്കും പൊന്നിന്റെ കളർ അല്ലല്ലോ. പറയുമ്പോൾ നിറമുണ്ട്, നിറമുണ്ട്, പക്ഷെ കാണുമ്പോ പറയുമ്പോ എപ്പോഴും ഒരു നിറം അസോസിയേറ്റ് ചെയ്തിട്ട് പറയാം, പക്ഷെ അത് ആക്ച്വലി കളറില്ലാത്തൊരവസ്ഥ. പച്ചവെള്ളം. പറഞ്ഞു കൊടുക്കണ്ട. ടഫാണ്. ഏറ്റവും അധികം നുണ പറയുന്ന പക്ഷി. ഇത്തിരി ടഫാണത്. പക്ഷി ഇത്തിരി ടഫാണ്. പക്ഷികളുടെ സൗണ്ടിനെ പറ്റി ആലോചിക്കുക, പലതരം പക്ഷികളെ പറ്റി ആലോചിക്കുക. വളരെ ചളി ഉള്ളൊരു ചോദ്യമാണ്, ഭയങ്കര ക്രിഞ്ച് ചോദ്യമാണ്. പക്ഷി, പലതരം പക്ഷികളുടെ സൗണ്ടുകളെ പറ്റി ആലോചിക്കുക. എന്താ ചോദ്യം? ഏറ്റവും അധികം നുണ പറയുന്ന പക്ഷി. മയിൽ എങ്ങനെ കള്ളം പറയുന്നേ? പക്ഷികളുടെ ശബ്ദങ്ങളെ പറ്റി ആലോചിക്കുക. ക്ലൂ തരാം, നമ്മുടെ ഈ പക്ഷിയെ കഴിക്കും. കോഴി ഒന്നും പറയരുത്. അതിന് കാരണം പറയണോട്ടെ, എന്തുകൊണ്ടാ പക്ഷി കാരണം പറയണേ. ഞാൻ ക്ലൂ പറഞ്ഞു. ഈ പക്ഷിയെ നമ്മൾ കഴിക്കും. ഇടയ്ക്കൊക്കെ നമ്മള് സീസണിൽ കഴിക്കും, അല്ല എല്ലാ ദിവസവും ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞേരട്ടെ. നിങ്ങൾ ആരും മിണ്ടലേപ്പെട്ട് ഓരോ റീസൺ കൂടി പറഞ്ഞാലേ നമ്മള് എന്തതിന് പറയാ മാർക്ക് തരുള്ളൂ. ടെക്നിക്കലി ഉത്തരം പറഞ്ഞത് ഈ ടീമാണ്. ഉത്തരമാണ് ചോദിച്ചത്. അതെ, കാരണം ശരി. ഇത് എളുപ്പമാണ്. ശബ്ദമുണ്ടെങ്കിൽ പൊട്ടുന്ന ലെൻസ്. ശബ്ദം ഉണ്ടാക്കിയ പൊട്ടുന്ന ലെൻസ്. സൗണ്ട് ഉണ്ടാക്കിയ പൊട്ടും. ലെൻസ് 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 വേർഡ് ഓർക്കൂ ഗൈസ്. ഇത് കള്ളക്കളിയാണ്. ഹലോ, നിങ്ങളിത് എഴുതിയില്ലേ? എന്റെ ബുക്ക് റെഫർ ചെയ്തിട്ട് ചേട്ടാ ഇനി വരാനുണ്ട്. എത്ര സ്കോർ എന്താ ഇപ്പൊ? 5-1. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അടുപ്പമുള്ള ഒരു സ്ഥലമാണിത്. അതാണ് ഇതിന്റെ ക്ലൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അടുപ്പമുള്ള ഒരു സ്ഥലമാണിത്. ഓക്കെ. പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം.
ഹലോ അതൊരു സ്ഥാപനമാണ്. പക്ഷേ പബ്ലിക് ഹലോ നമ്മുടെ സ്റ്റോക്കിൽ നിരീക്ഷണത്തിലേക്കുള്ളത്. അതെ, അതുകൊണ്ട് ഞങ്ങൾ ഈ ഉത്തരം തിയേറ്ററിന് കൊടുക്കണം. തിയേറ്ററിന്. പക്ഷേ ഞങ്ങളുടെ ടോനോ ചേട്ടനെ സമ്മതിച്ചു. ഈ ഒരു കഴിവും കൂടി ഉള്ള കാര്യം എനിക്ക് എന്ത് ഇപ്പോഴാണ് കക്കൂസ് മനസ്സിലായത്. നമ്മൾ സെയിം ടീം അടുത്ത ചോദ്യം. അടുത്ത റിയ, എന്ത് പറ്റി റിയ? ഇവരുടെ ഈ ഒരു ബ്രെയിൻ മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ Can't catch up. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഒരു കുസൃതി ചോദ്യമാണ്. ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാൻ ഒരു പുഴ കടക്കണം, മൈദ പൊടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ തോണിയില്ല. മുത്തശ്ശി എങ്ങനെ അപ്പുറം കിടക്കും? ഒരു സെക്കൻഡ്, മൈദ പൊടിക്കണോ? എന്തുവാ ടോനോ ചേട്ടാ, അത് കറക്റ്റാ. എന്തിനാ പറഞ്ഞേ? അപ്പൊ ഉത്തരം പറയാതെ പറഞ്ഞു മൈദ എന്തിനാ മോഹൻലാൽ വരുമ്പോഴത്തെ കഞ്ചാവ് ലോറി അല്ല ജെനുവിൻ ഒരു ചോദ്യം ഈ റൗണ്ടിലെ അവസാന ചോദ്യമാണ്. എന്നാലും ഏകപക്ഷീയമായിട്ട് ശ്രീകുട്ടന്റെ ടീം വിജയിച്ചെനിക്ക് ഓക്കെ. അത് ടീമിന്റെ രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക്. ഇത് വിഷ്ണു ചേട്ടൻ കണ്ടുപിടിച്ച രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക്. മലയാളം വാക്ക്. വാക്കാവാം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക്. 3 അക്ഷരമുള്ള വാക്ക്. രം പറ്റില്ല, രും പറ്റില്ല, റോ പറ്റില്ല. പ്രത്യേക സഹായമൊന്നും പറ്റില്ല കേട്ടോ. രായില് തന്നെ അവസാനിക്കണം, രായില് തന്നെ തുടങ്ങണം. അല്ല, ഇത് കുസൃതി അല്ല, അത് ലോജിക് ഉണ്ട് ഇതിനകത്ത്. ചെറിയൊരു ലോജിക് തരാം. രാ ആണോ റാ ആണോ? രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന 2:30. Sorry. ശ്രീകുട്ടന് വേണ്ടിയിട്ടുള്ള ശ്രീകുട്ടന്റെ ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് മൂവി നൽകുകയാണ്. ചട്ടുള്ളിൽ ഇപ്പോഴും ഒരു കുട്ടി ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹത്തിന് വേണ്ടി കളിക്കാൻ ഒരുപാട് കളിപ്പാട്ടങ്ങളാണ്. ഒരുപാട് കളിപ്പാട്ടങ്ങൾ. ഇതൊക്കെ എന്റെ വീട്ടിൽ ചെലവാകും. ബാറ്റ് ഉണ്ട്, Okay. ബോൾ ഉണ്ട്. കർണാടക അങ്ങനെ ഒരുപാടുണ്ട്. Variety അല്ലേ? ഓളുള്ള ഇമ്മാരും പാട്ട ഗിഫ്റ്റൊന്നും വേണ്ട. കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? വേണോ? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? എടുത്തോ. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? പോകുമ്പോ തരണം. പിള്ളേർക്ക് കൊടുക്കണം. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. ഇഷ്ടപ്പെട്ടു. എത്ര അതെ. ഓക്കെ, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അടുത്ത റൗണ്ടോ? അടുത്ത അല്ല, round. അതിന് മുമ്പ് ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കണ്ടേ? Yes, ഇവർക്ക് അതൊന്നും ആരും അതൊന്നും അതൊരു സർപ്രൈസ്. അതാണ് ഇതിന്റെ ഹൈ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറച്ച് സാധനങ്ങൾ ഞാൻ കണ്ടില്ല. അതിന്റെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് തരും. അത് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം. എക്സ്പ്രഷൻ വരാതെ എക്സ്പ്രഷൻ ഇല്ലാതെ നിങ്ങൾ അത് കഴിക്കണം. സിമ്പിൾ ടാസ്ക് ആണ്. ഓക്കെ, സിമ്പിൾ ടാസ്ക് ആണ്. ഞാൻ ഡയറ്റാണ്, സോറി. അത് കുഴപ്പമില്ല. അല്ല, task ഡയറ്റ് വർക്കാവുന്നതാണ്. കുഴപ്പമില്ല. എന്തുകൊണ്ട് എക്സ്പ്രഷൻ വരും? അത് നമ്മുടെ സിനിമ കണ്ടാ മനസ്സിലാവും. ചുമ്മാ കടിച്ചാ എല്ലാരും കഴിക്കണ്ടേ? എല്ലാവർക്കും അവര് കഴിക്കാം. 3 പേരും കഴിക്കണം. എന്തെങ്കിലും അലർജീസ് ഉള്ളവർക്ക് കഴിക്കാതിരിക്കാം. അപ്പൊ ഒരു അലർജി ഉണ്ടെന്ന് പറയുന്നത് വിഷ്ണു ചേട്ടൻ വിഷ്ണു ചേട്ടാ ഒന്ന് അത് എക്സ്പ്രഷൻ വരുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ പേടിക്കണ്ട. തുടങ്ങാം. Yes. എന്നാ പിഴിക്കണം, കഴിക്കണം. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ആ തൊണ്ടുള്ള പീസ് അല്ലാണ്ട് ഈ പീസ് എടുത്തോ. സി അപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടോ? അപ്പുറത്തെ ടീം ആണെങ്കിലും ടോണി ചേട്ടൻ മനസ്സിൽ ഞാനിത് ഏറ്റെടുക്കുന്നു. എല്ലാവർക്കും വേണ്ടി വിഷ്ണു ചേട്ടാ വിഷ്ണു ചേട്ടൻ അത് ഏറ്റെടുക്കണം. യെസ്